ഇതൊക്കെ ഏറ്റുപറയുന്ന ഈ പത്രലേഖകന്മാരെ നിങ്ങൾക്ക് എന്താ പറയാനുണ്ടേ? ഇവർക്ക് സുബുദ്ധിയുള്ളവരല്ലേ? ഷാജഹാൻ പിന്നെ അതിന്റെ ആളാ, കൈരളിയാ. പുള്ളിക്ക് അത് ചോദിച്ചേ പറ്റൂ. അത് പിന്നെ പോട്ടെ, മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? എനിക്ക് നിലപാട് മാറ്റാൻ പറ്റത്തില്ല സാറേ. പോടോ കൊടുന്നു പോയി വല്ല പണിയും നോക്കണോ? താൻ പോയി വല്ല താൻ കൈരളി വരുന്ന ഒരു വർഗീയവാദിയല്ലായിരുന്നു. താൻ പോടോ, തന്റെ പാട്ടിന് പോ. താൻ പോകാൻ പറഞ്ഞ താൻ പൊക്കോളാൻ പറഞ്ഞില്ല പാർട്ടിക്കാരനെ. ഉച്ചഭക്ഷണ വിതരണമൊക്കെ മുടക്കുന്നത് ശരിയായ കാര്യമാണോ? ഇയാൾ എന്തുവാ പ്രസംഗിക്കുന്നത്? സാർ ഇന്നലെ സംസാരിച്ചല്ലേ? ഇതാണ് പത്രക്കാരുടെ. ഞാൻ സംസാരിച്ചല്ലോ, താനാ സംസാരിച്ചത്. ഇയാൾക്ക് എന്താ വേണ്ട? വഴക്കോട്ടൊക്കെ പറ്റിരിക്കുക എന്തല്ലേ? എന്നല്ല അവിടെ കാണിച്ച പോക്കത്തല്ല ഇവിടെ കാണിച്ചാലുണ്ടല്ലോ. ആ പത്രലേഖനാ ഓർത്തോണം. ഇപ്പൊ പറഞ്ഞല്ലേ പിന്നെ പിന്നെന്താ പറഞ്ഞത്? ഇതുമായിട്ട് ബന്ധം. ഉച്ചഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചോ താൻ എന്നോട് ചോദിച്ചില്ലല്ലോ. താൻ കമന്റ് അടിച്ചല്ലേ ചെയ്ത്? താൻ ഉച്ചഭക്ഷണത്തിന്റെ കാര്യം എന്തുവാന്ന് ചോദിച്ചില്ലല്ലോ. ഒരു കാര്യം പറയാം, എന്റെ അടുത്ത് വന്നേക്കരുത്. മേലാൽ എന്റെ അടുത്ത് വന്നേക്കരുത്. തനിക്ക് ഇഷ്ടമുള്ള എഴുതിയോ? താൻ എം എൽ എ, തന്റെ എം എൽ എ ഒന്നുമല്ല ഞാൻ. താൻ തന്റെ എം എൽ എ അല്ല. അമ്പലപ്പുഴ എം എൽ എ തന്റെ ഔദാര്യമാണ്. പിന്നെ നിങ്ങൾ വോട്ട് ചെയ്തെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ വോട്ട് ചെയ്താലാണ് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? വേണ്ട ഷാജഹാനെ, വേറെ വല്ല പണിയും പോയി നോക്കിയല്ലേ? ഏജൻസി പണിയൊന്നും വേണ്ട. കാര്യമായിട്ട് ചോദിച്ചാൽ ഞാൻ പറയും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും. നിർത്തി, നിങ്ങളുമായിട്ടുള്ളത് നിർത്തി. എന്താ നിങ്ങൾ അതുകൊണ്ട് സലാമിന്റെയും അല്ലോ പിന്നെ ഒന്നും പേരെ എന്നോട് ചോദിക്കണ്ട. ഞാൻ അതൊന്നും പറയാൻ പാടില്ല. സ്ഥലം വേറെ വല്ലതുകൊണ്ട് ചോദിച്ചത്. അത് വെറുതെയാണ്. അത് വെറുതെയാണ്. അങ്ങനെ ആരെങ്കിലും പറയുമോ? ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, മറ്റെല്ലാ മെഡിക്കൽ കോളേജുകളും ഭക്ഷണം പാചകം ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് വെളിയിലാണ്. മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ വെച്ച് ആരും പാചകമൊന്നും ചെയ്യാറില്ല. ബാനറും വലിച്ചു കെട്ടി ഓരോ കക്ഷിക്കാരും തമ്മിൽ അത് പാടില്ല. വെളിയിൽ ഭക്ഷണം പാചകം ചെയ്യണം. അവിടെ വന്ന് ആളുകൾ വാങ്ങും. ഇല്ലെങ്കിൽ അവർക്ക് കൊണ്ട് കൊടുക്കാൻ ഭക്ഷണം. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് വേറൊരു തരത്തിൽ എഡിറ്റ് ചെയ്താലോ കൊടുത്തതാണ്. ഞാൻ പറഞ്ഞതല്ല. ഭക്ഷണം കൊടുക്കണമെന്ന് ആരെങ്കിലും പറയുമോ? നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ അപ്പൊ അത് ആരോ ചെയ്തതാണ്. ഞാൻ പറഞ്ഞ ഇതാണ്. മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ട് മുഴുവൻ അവിടെ ഷെഡും കെട്ടിയിട്ട് പാചകം ചെയ്താൽ എങ്ങനെ ഇരിക്കും? അത് ശരിയാണോ? വേറെ കേരളത്തിൽ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു സിവിൽ സംസ്കാരം പാലിക്കണമെന്നേ പറഞ്ഞോളൂ. ഭക്ഷണം കൊടുക്കാം, വെളിയിൽ അവരവരുടെ റൂമെടുത്തോ അല്ലെങ്കിൽ സ്ഥലത്തോ പാചകം ചെയ്യാം, ഇവിടെ കൊണ്ട് കൊടുക്കാം. അതൊന്നും ഒരു കുഴപ്പമില്ല. അത് വേണമെന്നാ പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികൾ നമ്മളവിടെ മത്സരിച്ച് വൃത്തികേട് കാണിക്കരുതെന്നാ പറഞ്ഞത്. അതൊരു പൗരന്റെ കടമയാണ്. ഞാൻ ജനപ്രതിനിധിയാണ്. അതാ ഞാൻ പറഞ്ഞോളൂ. അതിനുശേഷം പറഞ്ഞു വരുത്തുന്നത് സാറിനെതിരായിട്ടുള്ള മോശമായ ആരോപണങ്ങളാണ് പറഞ്ഞു വരുന്നത്. അത്തരം ആരോപണങ്ങൾ പറഞ്ഞു വരുത്തുന്നത് ഈ ഒരു മോശം ഇത് പറഞ്ഞു വരുത്തുമ്പോൾ ഇല്ല. എന്ത് മോശം വരുത്താനാണോ? നമ്മുടെ ഒരു മോശം നടന്നു. അവരല്ലേ വൃത്തികേട് കാണിച്ചു. ഇതെന്തുണ്ടായി? അവരവിടെ നടന്ന കുഴപ്പങ്ങളെ പറ്റി അന്വേഷിക്കാമെന്ന് എം എൽ എ തടഞ്ഞു വെച്ചു എന്നല്ലേ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത്? അത് മതി. അത് സത്യം. പരാതി ഞാൻ കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുക്കണം, ആഭ്യന്തര മന്ത്രിക്ക് കൊടുക്കണം. പഞ്ചായത്ത് സെക്രട്ടറിയാണ് 9 പേരെ കൂട്ടിക്കൊണ്ടുവന്നത്. അവരാണ് കുഴപ്പമുണ്ടാക്കിയത്. 9 LDF മെമ്പർമാരെ കൂട്ടി വരേണ്ട കാര്യം പഞ്ചായത്ത് സെക്രട്ടറി. ഞാൻ അവരെയല്ലേ വിളിച്ചത്. അവരെന്തിനാ ഇവരെ കൂട്ടിക്കൊണ്ടുവന്ന്? അവരാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്. അത് ഞാൻ അതുകൊണ്ട് എന്നെ സ്റ്റഡി മന്ത്രിക്ക് കൊടുക്കും. അത് അന്വേഷിക്കട്ടെ. എന്നെ രമേശ് ചെന്നിത്തല വിളിച്ചിരുന്നു, ഷംസീർ മിനിസ്റ്റർ വിളിച്ചിരുന്നു, ലിജു മിനിസ്റ്റർ വിളിച്ചിരുന്നു. അവരന്വേഷിക്കട്ടെ. ഒരു 2 മാസം മുമ്പ് സ്ത്രീ ജനങ്ങളുടെ ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു. 12 പേരുടെ കണ്ടില്ലായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? 12 പേരെ ഉള്ളായിരുന്നല്ലോ. 100 പേരില്ലായിരുന്നല്ലോ. സ്ത്രീകളാരുമല്ല. അഭിമാനമുള്ള സ്ത്രീകളാരുമല്ല. എന്നിട്ട് അവരുടെ എല്ലാവരുടെയും പേരിൽ ഇപ്പോൾ FIR ഉണ്ട്. പട്ടി പൂച്ച നായെന്ന് വിളിച്ചത്. സ്ത്രീകളെ കൊണ്ട് വിളിപ്പിക്കുക പട്ടി പൂച്ച നായ. ഇതാണ് സംസ്കാരം. ഈ പാർട്ടിയുടെ ഈ നേതാക്കന്മാർ ഈ പാർട്ടിയെ കുഴിച്ചു മൂടുകയല്ലേ. CPM ഇനി ഉയരൂ ആലപ്പുഴയിൽ. CPM പൊങ്ങത്തില്ല. കാരണം CPMകാരും അതിനകത്തില്ലിപ്പോ. CPMന്റെ വേഷം ധരിച്ച് നടക്കുന്നത് പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഉറച്ചു പറയും. ഇനിയും ഇല്ല, എന്നെ അഴിമതിക്കാരനെന്ന് ആരും വിളിച്ചല്ലോ. പൊതുവേദി വെച്ച് ആരും വിളിച്ചില്ല. എന്താരോപണം? ഞാൻ കണക്ക് പറഞ്ഞാൽ അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ആളാണ്. ഞാനിപ്പോഴും കമ്മ്യൂണിസം ഉണ്ട് എനിക്ക്. പക്ഷേ പാർട്ടി മെമ്പറല്ല. ഇലക്ഷൻ കാലത്ത് പിരിക്കുന്ന ഫണ്ട് പൊതുജനങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
പറഞ്ഞാൽ എന്താ പ്രശ്നം? പിന്നെ ഒരു പൈസ തരുമില്ല. അപ്പോൾ അണ്ണാക്കിലോട്ട് കൈവല്ലിടുക. ഇയാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ. അയാൾക്ക് എന്തറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി? അയാൾക്ക് വ്യക്തിവൈരാഗ്യം. വ്യക്തിവൈരാഗ്യത്തിന് ഓരോന്നും വിളി. വ്യക്തിവൈരാഗ്യം അല്ല രാഷ്ട്രീയം. ആദ്യം മാർസൽ ലെനിനെ പഠിക്കാൻ വേണ്ടി പറ. പഠിച്ചിട്ടെ, വിമർശനം ഉണ്ടായി പറയട്ടെ. ഗുണം പിടിക്കില്ല. അമ്പലപ്പുഴ ഇനി ആ പുല്ല് കുരുക്കാനേ പോണില്ല കേട്ടോ, ഉറപ്പ്. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ, സാർ വർഗീയവാദി എന്ന് പറഞ്ഞത് അത് ഏത് തരത്തിലാണ്? എനിക്ക് തന്നോട് പറയാൻ സൗകര്യപ്പെടില്ല. വർഗീയവാദി എന്ന് വിളിച്ചാൽ എങ്ങനെയാ സാർ? മര്യാദക്ക് സംസ്കാര സാറ് വർഗീയവാദി എന്ന് പറഞ്ഞല്ലോ. തിരുത്ത്. അല്ല സാറ് എന്തിനാണ് എന്റെ അടിസ്ഥാനത്തിലാണ് ഹാരിസ് സംസാരിച്ചപ്പോൾ നിർത്താതെ സംസാരിക്കണം. തിരുത്തണം. നിങ്ങളെ ചോദ്യം ചോദിക്കുന്നത് ചോദിക്കാം, മറുപടി പറയും. നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് വന്നിട്ട് വേറെ കാര്യങ്ങളൊക്കെ എന്നോട് പ്രസംഗിക്കുന്നവരെ പറയാന്ന് പറഞ്ഞു. അതാരാ നിന്നേരാൻ? അതല്ല സാറിനോട് MLA ആയതുകൊണ്ടാണല്ലോ. MLA ആയതൊന്നും നിങ്ങൾ എന്നോട് ചോദിച്ചില്ല. MLA കാര്യമല്ല ചോദിച്ചത്. നിങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ ക്രിമിനൽസ് പറയുന്ന കാര്യം എന്നോട് ചോദിച്ചു. അതുകൊണ്ടാണ് സംസാരിച്ചത്. അല്ലാതെ ഷാജഹാനോടല്ലേ സംസാരിച്ചത്. വർഗീയവാദി ആയിരുന്നു നിങ്ങൾ. ഞാനാ പാർട്ടി വരുന്ന വർഗീയ സംഘടനയിലായിരുന്നു. എനിക്കറിയാം. അതെങ്ങനെ പറയാൻ പറ്റും സാറിന്? തെളിയിക്കാൻ പറ്റും? ആ സംഘടന വർഗീയതയുള്ളതായിരുന്നു. സാറിന് തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കാൻ പറ്റുമോ സാറിന്? സാർ വെക്ക്, ധൈര്യമായിട്ട് വെക്ക്, ധൈര്യമായിട്ട് വെക്ക്. എനിക്ക് വെക്കേണ്ട കാര്യമില്ല, സാറല്ലേ തെളിയിക്കേണ്ടത്. എന്നെ കുറിച്ച് പറയുന്നില്ല വർഗീയവാദി. അല്ല സാറേ, വർഗീയവാദി എന്നൊക്കെ ഒരാളെ കയറി വിളിക്കാന്നില്ല. അത് അതെങ്ങനെ? അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് വന്ന് മറുപടി ഒന്ന് പറയാം. എടുത്തോ